നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളും അസിസ്റ്റുമായിട്ട് നെയ്മർ ജൂനിയർ പൊളിച്ചടുക്കിയ മത്സരം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അൽ ഫൈഹ എസിയെ അൽ ഹിലാൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ ബ്രേക്കാണ്. അൽ ഹിലാലിൻ്റെ അടുത്ത ഒഫീഷ്യൽ മത്സരം ജനുവരി 7 മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി അൽ ഹിലാൽ ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ അൽ ഹിലാൽ അൽ ഫൈഹയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മത്സരത്തിൽ നെയ്മർ ജൂനിയർ അൽ ഹിലാലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഗോളടിച്ചു. മാൽക്കമിൻ്റെ ഗോളിന് അസിസ്റ്റും നൽകി. ഇന്നത്തെ മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാൽക്കമും നെയ്മറും ലിയനാർഡോയും ഒരുമിച്ചാണ് ആദ്യ 11-ൽ ഇറങ്ങിയത്. കളിയുടെ 30-ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. തുടർന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് നെയ്മറുടെ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നെയ്മറാണ് ആ ബോൾ പ്രസ് ചെയ്ത് എതിരാളിയിൽ നിന്ന് എടുക്കുന്നത്, എന്നിട്ട് സഹതാരത്തിന് കൊടുക്കുന്നു. പെനാൽറ്റി ബോക്സിൽ വെച്ച് സഹതാരം അത് നെയ്മറിലേക്ക് തന്നെ പുറകോട്ട് കൊടുക്കുമ്പോൾ നെയ്മർ അതൊരു ഫസ്റ്റ് ടച്ച് ബാക്ക് ഹീലറിലൂടെ മാൽക്കമിന് കൈമാറുകയാണ്. മാൽക്കം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 2-0 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അൽ ഹിലാൽ കയറിപ്പോയത്. അതേ സ്കോർ ലൈനിൽ പിന്നീട് മത്സരം അവസാനിച്ചു. അതിനിടയ്ക്ക് നെയ്മർ ജൂനിയർക്കൊരു ഹെഡ് ഇഞ്ചുറി പറ്റി നിലത്ത് വീണത് ഒരു ചെറിയ ആശങ്കയുണ്ടാക്കിയെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. മെഡിക്കൽ സ്റ്റാഫിൻ്റെ അറ്റൻഷൻ കിട്ടിയ ശേഷം നെയ്മർ വീണ്ടും ഫൈനായിട്ട് കളി തുടരുകയും ചെയ്തു. ഏതായാലും നെയ്മർ ജൂനിയർ മടങ്ങി വരവിനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നു. അദ്ദേഹം മികച്ച പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഒരു അക്കാഡമി ടീമിനെതിരെ 60 മിനിറ്റ് അദ്ദേഹം കളിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ മത്സരത്തിൽ ഇറങ്ങി ഗോളും അസിസ്റ്റും നൽകിയിരിക്കുന്നു. യെസ്, നെയ്മർ പൂർണ്ണ സജ്ജനാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.